റീൽസ് ഇല്ലാതെ നമുക്കെന്ത് ജീവിതമല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി റീൽസ് കാണുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും. ഈ റീൽസും ഇൻഫ്ലുവൻസേഴ്സും നമ്മുടെ റിയൽ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ. മൂളിപ്പാട്ട് പാടുന്നത് വരെ റീൽസ് കാണുന്നതല്ലേ? ഇൻഫ്ലുവൻസ് ചെയ്യുന്നിട്ട് തോന്നിയിട്ടില്ല, സമയം പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കാണാൻ നമുക്ക് തന്നെ അറിയാലോ, തീരില്ല, കണ്ടു തീരില്ല. ഇൻസ്റ്റഗ്രാം വേറെ, റിയാലിറ്റി വേറെ എന്നുള്ള കാര്യങ്ങളൊക്കെ. ചിലവരിങ്ങനെ ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്. പിന്നെ നമ്മൾ പല കാര്യങ്ങളും, അതായത് ആദ്യമായിട്ട് പുറത്തോട്ടൊക്കെ പോകുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണത് ഈ റീൽസ് വഴി, അതേപോലെ ലോ പോലത്തെ കാര്യങ്ങളൊക്കെ റീൽസ് വഴി കുറേ അറിയാൻ പറ്റുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയാൽ ഇപ്പം ഒരുപാട് ബാഡ് വേർഡ്സും കുറേ വൾഗാരിറ്റീസൊക്കെ കാണിക്കുന്നുണ്ട്. അത് മേ ബി ചെറിയ കുട്ടികളിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ട് അവരത് പലയിടത്തും സംസാരിക്കുന്നുണ്ട്. പിന്നെ പല രീതിയിലായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ബാഡ് വേർഡ്സ് ആണെങ്കിൽ അത് ഇന്ന ആൾ പറയുന്നുണ്ട്, അപ്പോൾ എനിക്കെന്താ പറഞ്ഞാന്നുള്ള രീതിയിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. സ്വൈപ്പിംഗ് അതും ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള പോലെ റീൽസിനും ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ്. അത്യാവശ്യം നല്ലതുമുണ്ട്, കുറേ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിലുണ്ട്. എൻ്റെ ജീവിതത്തിലൊരു സാധനം റീലാക്കി അതിൽ നിന്ന് പൈസ മേടിച്ച് ജീവിക്കുക എന്നുള്ളൊരു സങ്കല്പം എനിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും അത് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്, ആർക്കും ചെയ്യാം. പിന്നെ ഒരു ചെയ്യാനുള്ളൊരു നാടൻ ഭാഷ മേലെ ഒരു ഉളുപ്പില്ലായ്മ ഉണ്ടായാൽ മതി, എന്നാൽ തന്നെ നമുക്ക് ആർക്കും ചെയ്യാം. അതുപോലെ ഇപ്പോൾ ഈ ഭയങ്കര മെൻ്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണല്ലോ. അപ്പോൾ ഈ ടൈപ്പ് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ റീൽസ് വരും. പക്ഷേ അതൊക്കെ ആരാ പറയുന്ന പോലും നമുക്കറിയില്ല. പക്ഷേ ഇവരുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ വെച്ച് നമ്മൾ ഇവർ പറഞ്ഞ് ശരിയാവുമായിരിക്കും, പക്ഷേ ശരിയാവണമെന്നില്ല. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പറയാം. നെഗറ്റീവ് വെച്ചാൽ ഓൾവേസ് ഇവർക്ക് റെസ്റ്റ്ലെസ് ആണ്, വാണ്ട് ടു സീ എന്താ നെക്സ്റ്റ്, അത് ഒരു നെഗറ്റീവ്. പോസിറ്റീവ് അതിൽ കുറേ നല്ല കാര്യങ്ങൾ, അവർ എന്താണ് ഇൻഫർമേഷൻ, പിന്നെ കുറച്ച് രസകരമായിട്ടുള്ള ലൈറ്ററായിട്ട് കാണാൻ അങ്ങനത്തെ കുറേ അതൊക്കെ ഉണ്ട്. അതിലൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. പക്ഷേ ഈ അഡിക്ഷൻ ഉണ്ട്, മീൻസ് എപ്പോഴും എന്താ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ബ്ലൈൻഡായിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യുന്ന ആർമി ഉണ്ടാക്കുന്നത് ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ഒരു നെഗറ്റീവ് ഷെയ്ഡാണെന്ന് തോന്നുന്നു. ബിക്കോസ് വി ലൂസ് അവർ പേഴ്സണൽ ഐഡൻറ്റിറ്റി, വി ഹാവ് ടു ഈ പറഞ്ഞ പോലെ ന്യായീകരിക്കാൻ ഇറങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെ വായനയെ പറ്റിയാണെങ്കിലും ഇല്ലെങ്കിൽ അമ്മയോടുള്ള ഇടപെടലുകളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എപ്പോഴും അടുത്ത് നിൽക്കാറുണ്ട്. പലപ്പോഴും മെജോറിറ്റി ഉള്ള റീലുകളും അങ്ങനെയല്ല, ചിലപ്പം പലപ്പോഴും ഇപ്പം ഇതിനെ മാത്രം ഉപജീവന മാർഗമാക്കി തട്ടിപ്പുകൾ കാട്ടാറുണ്ട്. അപ്പോൾ അവിടെ വേറിട്ട് നിൽക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അത് വലിയൊരു മാറ്റമാണ്. ഈ റീൽസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഫേക്ക് ആയിട്ടുള്ള രാഷ്ട്രീയം. മറ്റേത് പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് വന്നിരുന്ന് തുറന്നടിച്ച് ഒരു ജനവിഭാഗത്തോട് സംസാരിക്കുന്നതിനേക്കാളും ഇപ്പം ഫേസ് ഇല്ലാണ്ട് സംസാരിക്കാമല്ലോ. നമ്മൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അതാണ് റീൽസിലൂടെ തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാണണം എന്നുള്ളത് എൻ്റെ ഒരു വിവേചനാധികാരമാണ്. അപ്പോൾ അത് മുഴുവനായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണം, എന്നാൽ നമ്മളെ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനും റീൽസിന് പാടില്ല. അപ്പം എല്ലാം നമ്മുടെ കയ്യിലിരിക്കും, കാണുന്ന ഒരാളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. റീൽസ് പ്രെഡിക്റ്റബിൾ ആയിരിക്കും, പക്ഷേ റീൽസുമായിട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് നോട്ട് റിയൽ ലൈഫ്, റൈറ്റ്? ഇൻസ്റ്റഗ്രാം അല്ല ലൈഫ് എന്നുള്ളത് ഒരു ഏജ് കഴിഞ്ഞ് എല്ലാവർക്കും അത് മനസ്സിലാവും. പക്ഷേ കുട്ടികൾക്ക് എങ്ങനെ എടുക്കണമെന്ന് അറിയത്തില്ല. ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന അവരെ തന്നെ ആയിരിക്കും. ഇപ്പം എന്നെ പോലെയുള്ള എല്ലാവർക്കും ഇപ്പോൾ റീൽസ് സത്യം പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ജനിപ്പിക്കുന്നത്. നമ്മുടെ ടെൻഷൻ മറന്ന് ഒന്ന് പൊട്ടിച്ചിരിക്കാനും. പിന്നെ എല്ലാം മാറ്റം വരില്ലേ, നല്ലതാണ്. പോസിറ്റീവായിട്ട് തന്നെ കാണുന്നത്, അങ്ങനെ വേണം. എപ്പോഴും പഴയത് മാത്രമല്ലല്ലോ.